സഭ സാർവത്രികമല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ എല്ലാവർക്കും വൈകിട്ട് പിരിയാം. ദൈവത്തിന്റെ കരുത്തിന്റെ ന്യായവിധി. അപ്പോൾ ഏതൊരു രണ്ട് പിള്ളേരും ഫ്രണ്ടിലുണ്ട്. പെട്ടകമായിട്ട് പോയി. പക്ഷെ പെട്ടകത്തിൽ പെട്ടകം കൊണ്ടുപോയി ജയമുണ്ടായില്ല. അത് ആരാരും പാട്ടു. പെട്ടകം പെരുത്തൽ വിളിച്ചുകൊണ്ടുപോയി. പെട്ടകം പരിസ്ഥിതി കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. ദാഗോന്റെ ക്ഷേത്രത്തിൽ പിറ്റേന്ന് ചെന്നപ്പോ ദാഗം നേണ്ട കിടക്കുന്നു. കിടക്കുന്നു. നമ്മുടെ ഒരു പാട്ടുണ്ടായിരുന്നില്ല, ഗോച്ചാന്റെ പിള്ളേർ ദാ കിടക്കുന്നത് ഗോലിയാത്തെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു അയൽക്കാലൊക്കെ പാട്ടുണ്ടല്ലേ, അയൽക്കാലക്കാർ പാട്ട്. അമ്മയ്ക്കങ്ങോട്ട് കൊടുക്കുന്നു. പാടാതെ ആരെങ്കിലും പ്രസംഗിക്കത്തില്ല. അത് പാടിക്കോ. ചീത്തയൊന്നും പാടാനല്ലല്ലോ പറഞ്ഞു. ആണോ? ആ പാടിക്കോ, കേക്കട്ടെ. അഞ്ചു കല്ലെടുത്തു വച്ചു പണിയെടുത്ത ദാവീദ് ഒറ്റയേറും ഗോലിയാത്ത്. അപ്പൊ ഈ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് ഈ പെട്ടകം വെച്ചു. കിടക്കുന്നത് ആഗോൻ. സ്റ്റോപ്പ്. നേരം എടുത്തോന്ന് ദൈവത്തോടെ പറഞ്ഞതിനെ ഉരുണ്ട് വീണ് കിടക്കുന്ന നേരെ ഇരിക്കാൻ ദാഗോനെ പിടിച്ചു എല്ലാം പേർക്ക് കെട്ട് നേരെ വെച്ചു എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇരുന്നോണം. ഉരുണ്ട് വീഴുവോ തട്ടി വീഴുവോ എന്ന് പിറ്റേന്ന് കണ്ടപ്പോ കൈ ഉള്ളതെല്ലാം ഉമ്മരപ്പഴില്ല. എന്നാലെങ്കിലും മനസ്സിലാക്കേണ്ട ഇത് അല്ല ദൈവമെന്ന്. പിന്നെ വന്നവർക്കെല്ലാം മൂലരോഗം. അപ്പൊ അവര് പറയുന്ന ഒരു പദമുണ്ട്, ഇതേ ദൈവത്തിന്റെ കരമാണ്. വായിച്ചേ, ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യം പെട്ടെന്ന് വായിക്കണം. എന്നാൽ യഹോവയുടെ കൈ അസ്തോദികളുടെ മേൽ ഭാരമായിരുന്നു. മൂലരോഗത്താൽ ബാധിച്ചു. അടുത്തത് ഈ മൂലരോഗം വന്നപ്പോൾ അസ്തോദിനെ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദൈവത്തിന്റെ കൈ മേലും ഭാരമാണ്. ഞാൻ മറുവശം പറയാം, ഈ പെട്ടകം വെക്കേണ്ടത് പോലെ വെക്കണം, ചുമക്കേണ്ടത് പോലെ ചുമക്കണം, ഇരിക്കേണ്ടത് ഇരിക്കണം. ഇല്ല, കൈ ഭാരമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഈ കര ഭാരമാകരുത്. നമുക്കോ നമ്മുടെ സന്തതിക്കോ എന്നെ കേൾക്കുന്നവർക്കാർക്ക് ഈ കര ഭാരമാകരുത്. ഇത് ന്യായവതിയാകരുത്. എനിക്ക് നിങ്ങൾക്കും എന്നെ കേൾക്കുന്നവർക്കും അവിടുത്തെ കര അനുഗ്രഹമായിരിക്കണം. രക്ഷിപ്പാകടിയാകവണ്ണം യഹോവയുടെ കൈ മുറുകിപ്പോയിട്ടില്ല. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ചുരുങ്ങിയ സമയത്തുള്ള ചിന്താവിഷയം ദൈവത്തിന്റെ കൈ വന്നാൽ, ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന. ഇന്ന് രാത്രി അദൃശ്യനായ ദൈവം നിന്നെ സ്പർശിക്കട്ടെ. ഓടിച്ചു പോകാം. ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? വായിച്ച് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ വേഗത്തിൽ വായിക്കണം. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യ റാഹേലിന്റെ പിന്നെ 2 ദാസി ബിൽഗാ ശിൽപ 11 പുത്രന്മാർ. കാരണം രൂബേൻ മുതലേ യോസേഫ് വരെ 11. അന്ന് ബെന്യാമീൻ ജനിച്ചിട്ടില്ല. ബെന്യാമീൻ ജനിക്കുന്നത് 30, 35, 18 എബ്രാത്തിൽ എത്താൻ 40 ദൂരമുള്ളപ്പോ. അതാണ് 11 പിള്ളേര്. പിന്നെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ദീനാ ലേയ ജേക്കബ്. 18 വയസ്സ്, 5 അടി 2 ഇഞ്ച്. ഞാനെന്നെ കണക്കില്ല, അവിടെ കാര്യം ഞാനിപ്പോ പൊതുവെ പറയുന്നില്ല. സ്തോത്രം. അവള് പണ്ട് ഒരു വൺ ഡേ പ്രോഗ്രാമിന് കോളേജ് ഡേ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് പോയതാ. അറിയാവുന്നുണ്ട്, പോട്ടെ. അപ്പൊ യാക്കോബിന്റെ തലമുറകൾ 11 ആൺകുട്ടികൾ. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റെന്ന 22-ാം വാക്യം വായിച്ച സിസ്റ്ററെ. രാത്രിയിൽ അവൻ എഴുന്നേറ്റു. ഇങ്ങോട്ട് വായിക്കേ. യാക്കോബിനെ പറ്റി എവിടെ പറഞ്ഞത്? രാത്രിയിൽ ജേക്കബ്
ഈ ജേക്കബിന്റെ വേറൊരു രീതി, അങ്ങനെ രാത്രിയിൽ എഴുന്നേക്കുന്ന ജേക്കബല്ല, സന്ധ്യക്കേ കിടന്നുറങ്ങുന്ന ജേക്കബ. ഇപ്പൊ പറഞ്ഞല്ലോ, ചില വീട്ടിൽ കുടുംബ പ്രാർത്ഥന പോലും ഇല്ല, സന്ധ്യക്കേ കിടന്ന്. എന്തിനാ സന്ധ്യക്ക്? യോഗത്തിനിടയിൽ ഉറങ്ങുകയല്ലേ. ഈ ഷുഗറുള്ളവരും വൈകിട്ട് ഉറക്കങ്ങളൊക്കെയുണ്ട്, അവർ ചിലപ്പോ ഒന്ന് മയങ്ങിയെന്ന് വരാം. ഒരു കുഴപ്പമില്ലാത്ത നീ യോഗത്തിന്റെ കൂർക്കം വലിച്ചാൽ രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. കാരണം യാക്കോബ് അങ്ങനെ എഴുന്നേക്കത്തില്ല സന്ധ്യക്ക്. അപ്പന്റെ വീട് വിട്ട് ഓടി, ചേട്ടനെ പേടിച്ചോടി, ഏശാവിനെ പിടിച്ച് ഓടി ഓടി, നല്ല ഉഷപോലും പോകത്തില്ല, നല്ല സ്പീഡിലാണ് ഓടിയത്. ഓടി ഓടി ഒരു സ്ഥലത്ത് വന്നപ്പോ സൂര്യൻ വൈകി അസ്തമിച്ചു. ആരുമില്ല, ഉടുക്കന്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും, ഉടുത്ത തുണിയല്ലാതെ വേറെ ഒന്നുമില്ല, ആരുമില്ല. സന്ധ്യ, സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചു. ക്ഷീണമുണ്ട്, ഓട്ടമല്ലേ. തലയണയായിട്ട് ഒരു കല്ലും കിട്ടി കിടന്നുറങ്ങി സന്ധ്യക്ക്. അന്ന് രാത്രി സ്വപ്നമൊക്കെ കണ്ടു. ഗോവയിൽ സ്വർഗത്തിലെ ദൂതന്മാരിങ്ങനെ സ്തോത്രം. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരൂ. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരൂ. രാത്രിയിൽ എഴുന്നേറ്റം. ഇപ്പൊ എഴുന്നേക്കാൻ ഒക്കത്തില്ല. വിഷയം അതുപോലെ, വിഷയം അതുപോലെ വിഷയങ്ങൾ വരുമ്പോഴല്ലോ ഒക്കത്തില്ല. കല്യാണം കഴിക്കുന്നതിന് മുന്നേ തോമാറ്റം പറഞ്ഞത് സ്വർഗവും ഇല്ല, അതെല്ലാം ഭൂമിയിലാണ്. കല്യാണം കഴിഞ്ഞപ്പോ അമ്മ തുള്ളിക്കൊണ്ട് പറഞ്ഞ നരകമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞ 1.5 ആഴ്ചയായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നരകമുണ്ടെന്ന് എനിക്ക് നല്ല ചാകാത്ത പുഴുണ്ടെന്ന് ഇപ്പൊ അവന് ചാകാത്ത പുഴു. സ്തോത്രം. ഇപ്പൊ പ്രശ്നം അതുപോലെ വഷളായി. ഞാൻ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നിങ്ങൾക്ക് വായനമൊക്കെ നല്ല എളുപ്പമാണല്ലോ. അപ്പന്റെ വീട് വിട്ട് ഓടി, യശാവിനെ പേടിച്ച് ഓടി 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 എന്തിനേറെ പത്തനാരാമിൽ ചെന്നു. നല്ല ഓട്ടമാണ്, ഒരു നേർച്ചയൊക്കെ നിർന്നത് പോട്ടെ. അവിടെ ചെന്നപ്പം കിണറ്റിൻ്റെ വെള്ളം പോരാ, ആടിനെ വെള്ളം കൊടുക്കണം. അപ്പൊ അവിടെ ഈ പുള്ളി ജേക്കബിന്റെ ഒരു സ്വഭാവം, ഏത് കേസ് വന്നിരുന്ന ആളാണ്, ഏത് കേസും പുള്ളി അവിടെയാണ്. അവിടുത്തെ സഭയുടെ പ്രത്യേകത പെണ്ണുങ്ങളാണ് സഭ ഭരിക്കുന്നത്. കാരണം അവിടെ പ്രായവും നേരായും ആളുകളെ അവിടെ പെണ്ണുങ്ങൾ, ചില സഭ പെണ്ണുങ്ങളാണ് ഭരിക്കുന്നത്. അങ്ങനെയുള്ള സഭകളുണ്ട്. മിണ്ടുന്നില്ല, നിങ്ങളെങ്കിലും എനിക്ക് അനുകൂലമായി ഭരിക്കും. ഏതായാലും നിങ്ങളെ എല്ലാവരും കൂടി ഒരു സൈഡിൽ ആക്കിയത് തന്നെ നന്നായി. അഥവാ ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുമല്ലോ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, അവിടെ രാജാനും ലേയാനും ആടുകളെയൊക്കെ തീറ്റി. അപ്പൊ പുള്ളി അവിടെ വെള്ളത്തിന് കയറി റോഡിൽ കയറി കയറ്റും. നല്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അപ്പൊ രാഹുലിനെ കണ്ടിട്ട് പെന്തിക്കോസുകാരനാണെന്ന് തോന്നി. ഇപ്പം പരിവട്ടം കണ്ട ഇവര് വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു, കിണറിന്റെ അവിടെ ഒരു പാസ്റ്റാണെന്ന് തോന്നുന്നു. ഇപ്പം പരിവട്ടമൊക്കെ കണ്ടിട്ട് അപ്പം പറഞ്ഞു വിളിച്ചോണ്ട് വരാൻ എല്ലാവരും.
വിളിച്ചോണ്ട് വന്നിട്ട് സഭ ഏതാണെന്നറിയാം, നിങ്ങൾ സമയം കൊടുക്കാതിരുന്നാൽ പിന്നെ IPC ആണോ, ചർച്ചക്കോടാണോ, ചാരാനാണോ, ഇൻഡിപെൻഡന്റ് ആണോ, ഏതാണെന്ന് അറിയാതെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഉള്ളതാണ്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു ഞാൻ പോയിരുന്നു നോക്കട്ടെ. അപ്പച്ചൻ വന്ന് നോക്കിയപ്പോ കേക്കപ്പാ മോൻ്റെ വീട് വേണം. മോന് എന്തോ ചെയ്യും? ഞാൻ വേലയുടെ മുഖത്ത് വേലയുടെ പ്രതികോസ് കണ്ട ഭാഷയാ. വേലയുടെ മോന് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു വേല. ഞങ്ങളുടെ വീട്ടിലെ സഭയായിരുന്നു, ഞങ്ങൾ തന്നെ തുടങ്ങിയൊരു സഭ. വീട്ടിൽ ഞാനും അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ വൈഫും. പിന്നെ ഇപ്പം മോൻ ഇവിടെ വരാൻ കാര്യം ഞാൻ അവിടുത്തെ വേലയൊക്കെ പുതിയ വേല വല്ലതും ഉണ്ടോ എന്ന്. കാരണം പഴയ വേല ഒന്നും ഇപ്പൊ ഏൽക്കുന്നില്ല. പുള്ളി പൈനിയർ വർക്കിന് ഇറങ്ങിയതാണ്. പുതിയ സാറ് പണ്ടൊരു പാട്ട് പാടി, വേല വേല എന്ന് ചൊല്ലി വേലിയില്ല തലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലിയില്ല തലം പോലെ, നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ, നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. ആമേൻ. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അസലായി കാണിക്കണം, ഡ്രസ്സും നന്നായിരിക്കണം. അസലായി കാണിക്കണം, ഡ്രസ്സും നന്നായിരിക്കണം. വസ്തു തന്നെ ദൈവമെന്ന് തീർത്തു വയ്ക്കും ശതന്മാരെ, വസ്തു തന്നെ ദൈവമെന്നോ തീർത്തു വയ്ക്കും ശതന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ലെന്ന്, ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ലെന്ന്, ഏതുമൊരു നാണം കൂടാതോതിടുന്ന ജഡന്മാരെ, ഏതുമൊരു നാണം കൂടാതോതിടുന്ന ജഡന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അതെ, നല്ല വരികളുണ്ട്. സാറ് നല്ല ഒളിച്ചായിരിക്കുന്നത്. സ്ത്രീകൾ സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊടുക്കുന്ന അമ്മാമ്മമാരുടെ തന്നെ ദൂത് പറയുന്ന പ്രവാചകന്മാരുണ്ട്. അച്ഛാ അവിടെ ഷർട്ട് ഇട്ടുണ്ട് മിണ്ടുന്നില്ല. കാരണം അമ്മാമ്മ പറഞ്ഞു ആത്മാവില്ല, ആത്മാവില്ല, പുള്ളി ജീവനോട് പിടിക്കും. എന്തോ അക്രമമാ പറഞ്ഞു വരുത്തുന്നത്. അച്ഛാ ആത്മാവില്ല. വീട്ടിൽ ഇവിടെ വരെ വന്നത് സ്തോത്രം. സാറ് നല്ല കൊള്ളിച്ചായിട്ട്. സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊണ്ട് പെണ്ണുങ്ങളോട് മാത്രം തോന്നുക. സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊണ്ടുന്ന പാപമത്തും നടിച്ചിടും പാപികളെ തിരഞ്ഞിങ്ങ് കൊണ്ടുവാ കൊണ്ടുവാ. ആ പാട്ട്. അപ്പൊ എവിടെയാ വേല? ഞങ്ങൾ അവിടെ അടുത്ത് വേലയാക്കുമ്പോ പുതിയ വേല ഉണ്ടെന്ന് അന്വേഷിച്ച് അപ്പൊ ഈ പുള്ളി പറഞ്ഞു, അയ്യോ ഞങ്ങളിങ്ങനെ ഒരാളെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് ഇവിടെ പെണ്ണുങ്ങളാ സഭ ഭരിക്കുന്നത്. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്, അവരായി സഭ. അവർ തന്നെ സെക്രട്ടറി ട്രഷറും എല്ലാം അമ്മാമ തന്നെ. സ്തോത്രം. ലോകം തുടങ്ങുന്നു അമ്മാമയെ പ്രാർത്ഥിച്ച് നിർത്തുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സഹോദരന് വേണ്ടി. ചോദിച്ചു ഇവിടെ വേല ചെയ്യുക. പുള്ളി ആരാ കണ്ടാ ഊരെ പിടിക്കാൻ കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ പൂർണ്ണ സമർപ്പണത്തോടാണ് പറയുന്നത്, സമ്പൂർണ്ണ സമർപ്പണം. അങ്ങനെ അമ്മാച്ചൻ ആ കിണറ്റിങ്കര മുതൽ ചുംബനം കൊടുത്തു, വീട് വരെ വിളിച്ചു. അങ്ങ് ചുംബിച്ചോന്നു പോയി. എന്തിനേറെ വിവരിക്കുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ചൂടുമാണ്. ഇവൻ അമ്മാച്ചോട് പറഞ്ഞു, പിന്നെ എനിക്ക് നിന്റെ ഇളയ മകളെ റാഹേലിനെ ബോധിച്ചു, കല്യാണം കഴിച്ചു. ഈ പഴയൊരു പാടത്തിലുണ്ട്, കുറുക്കൻ ചത്താലും
അപ്പൊ അമ്മാച്ചൻ പറഞ്ഞു, അയ്യോ ഞങ്ങളും ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കല്യാണം നടന്നു, ദൈവം ഒരുക്കിയതാണ്. രാത്രി കല്യാണം, നേരം വെളുത്തമ്മ കളിപ്പീര് പറ്റി. റാഹേൽ ഞാൻ ചോദിച്ചത് കിട്ടിയത് നമ്മളതിന് പറയും ബന്ധനമാണെന്ന് പറയും. അല്ലെങ്കിൽ എന്റെ ഭാവിക്കെതിരെ കൂടൽ കുഞ്ഞുഞ്ഞ് പണ്ട് പറഞ്ഞത് ആ ബന്ധനങ്ങൾ പലതും ഉണ്ടെന്ന്. ഭാര്യാവൊരു യോനാച്ചായൻ പണ്ടിനോട് പറഞ്ഞു ചില ബന്ധനങ്ങൾ കാണും. കുളക്കട കുഞ്ഞമ്മ എന്നോട് പണ്ട്, കല്ലുകുടി ലില്ലിക്കുട്ടി മാമ എന്നോട്, കല്ലുകുടി ലില്ലിക്കുട്ടി മാമ പ്രവാചകൻ ഇല്ലേ മാമ ഇപ്പോൾ ഉണ്ടോ? ആ ഉണ്ട്, എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട്. സ്തോത്രം. ഇവരെല്ലാം എന്നോട് മൂന്ന് പറഞ്ഞതാ ചില ബന്ധനങ്ങൾ. ഇത് ബന്ധനമൊന്നുമല്ല ജേക്കബേ, നീ വിതച്ചത് കൊല്ലുക. ഇത് ബന്ധനമല്ല. നീ അപ്പനെ കളിപ്പിച്ചേക്ക് ഇങ്ങോട്ട് വന്നു നിന്നെ അമ്മാച്ച കളിപ്പിച്ചു. അത് ബന്ധനമാണ്. നീ അപ്പനെ കളിപ്പിച്ചേക്ക് അങ്ങോട്ട്. നിന്റെ അപ്പൻ ഇസ്ലാമിനെ കണ്ണു കാണാൻ പാടില്ല. നീ ഫാൻസി ഡ്രസ് നടത്തി നന്നായിട്ട് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ഇതിനുണ്ട്. അതിന്റെ ട്രോഫി നീ കൊണ്ട് ഷോക്കേസിൽ പറഞ്ഞത് ഞാൻ ഫാൻസി ഡ്രസ്സിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് സ്തോത്രം ഞാൻ കാലേജ് മുടിച്ചോണ്ട് സ്തോത്രം. നീ അപ്പനെ കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ കളിപ്പിച്ചു. അത് ബന്ധനമാണ്. നീ അപ്പനെ പട്ടാപ്പകൽ കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. നീ അപ്പനെ പകലാ കളിപ്പിച്ചത്, നിന്നെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. നീ അപ്പനെ കാഴ്ച ഇല്ലാത്തപ്പോഴാണ് നീ കളിപ്പിച്ചത്, നിനക്ക് രണ്ട് കണ്ണും കാഴ്ചയുള്ളപ്പോൾ. വിതയ്ക്കുന്നത് കൊയ്യും കേട്ടോ. മക്കളെ നിന്നെ അന്വേഷിക്കുന്ന നീ ഓർക്കണം, നീ നിന്റെ അപ്പനെ അമ്മയെ അന്വേഷിച്ചാണ്. വിതയ്ക്കുന്നത് കൊയ്യും. ആ കൊയ്യും 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 കൊയ്യും. ഈ അമ്മച്ചിയെ അവര് നന്നായി ശുശ്രൂഷിക്കുന്ന മക്കളൊക്കെ മാറി മാറി വരികയും ശുശ്രൂഷിക്കുകയും ജോൺസാന്റെ വൈഫൊക്കെ വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. സ്തോത്രം സ്തോത്രം. ഈ ഉപദേശമാരെ കിടുകിട ഉറപ്പിക്കുന്ന അച്ചായന്മാരുണ്ട് ചില സഭകളിൽ. അച്ചായൻ പറയാതെ മാസം ഞാൻ ഒരു യോഗം പോലും നടത്താം. അതിനെ ഇപ്പം മാസം സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ പറയാതെ അങ്ങനെയുള്ള ചില സഭകളുണ്ട്. പാസ്റ്ററെ ചൂടുവരെ നിർത്തും പുള്ളി, ഞാനാണ് ഇവിടുത്തെ മെയിൻ ആയിക്കോട്ടെ. പക്ഷെ പുള്ളി വീട്ടിൽ ചെന്ന അമ്മാമ പറയാതെ പുള്ളി തള്ള കട്ടകാരം പിള്ളേരായി നേരെ നിർത്തിയേക്കുന്നത്. ചിമ്മിട്ട നനങ്ങാൻ തങ്കമ്മ, ആടെ തങ്കമ്മയ്ക്ക് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ. കാരണം നീ ഇരുന്ന പാസ്റ്റർമാരെ എല്ലാം പറപ്പിച്ച പൊന്നുമോന, നിന്നെ പറപ്പിക്കാനാ തള്ളേന്റെ ദൈവം. ശ്വാസം മുട്ടല്ല അവർക്ക്, എന്നാലും നോക്കുമ്പോൾ നിനക്ക് പേടിക്കാം. ഒരു ജെല്ലെ പിടിച്ച എന്നാലും അത് കാണുമ്പോ അങ്ങനെ പോട്ടെ. തോന്നാം ദൈവത്തിന് മതിത്തം. വിതയ്ക്കുന്നത് കൊയ്യുമെന്നും വിതയ്ക്കുന്നത് കൊയ്യും. നീ അപ്പനെ കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ കളിപ്പിച്ചു. നീ അപ്പനെ പട്ടാപ്പകൽ കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. നീ അപ്പനെ കാഴ്ച ഇല്ലാത്തപ്പോ കളിപ്പിച്ചു, നിനക്ക് കാഴ്ച ഉള്ളപ്പോ കളിപ്പിച്ചു. കാറ്റ് വിതച്ച കൊടുങ്കാറ്റ് കൊയ്യും, നീതി വിതയ്ക്ക് നിനക്ക് 100 പേര് നീതി കൊയ്യാം. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കും, പരമാർത്ഥ ദൈവത്തെ സേവിക്കും, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കും. നിനക്ക് നിന്റെ സന്തതിക്ക് ദൈവം മോക്ഷം വരുത്തുക. അപ്പൊ ഇത് ബന്ധനമൊന്നുമല്ല, വിതച്ചത് കൊയ്യുന്നതാണ്. ഉടനെ അമ്മാച്ചൻ പറഞ്ഞു, പിന്നെ ഏട്ടാ അതും കുഴപ്പമില്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പുണ്ട്, ചേടത്തിനൊക്കെ അന്യത്തിനെ അങ്ങനെ ഒരു കാര്യം 7 വർഷം കൂടെ സേവിക്കും. പുള്ളി പറഞ്ഞ ഏതായാലും ഇവിടെ തന്നെ അടിയാൻ തീരുമാനിച്ചു. ഒരു 7 വർഷം. അതൊക്കെ മിന്നായം പോലെ തീർന്നത്. എന്തായാലും വേണം 2 പെണ്ണുങ്ങളെയും കിട്ടി, അവരുടെ ദാസിമാരെ കിട്ടി, പിള്ളേരെ ഇഷ്ടം പോലെ കിട്ടി. ആദ്യം 4 കലാവലി പോലുണ്ട്, രൂപേനും ശിയോനും ലേവിയും യഹൂദയും, പിന്നെ വേറെ 2 ആൾക്കാർ, പിന്നെ പെൺകൊച്ച, അങ്ങനെ ലേഖ തന്നെ 5-6 എണ്ണം. പിന്നെ ദാസിമാർക്ക് 2 വെച്ചു, റാവേനും ഉണ്ട് 2. അങ്ങനെ 2, 2, 4, 2, 6, 7, 13, 12 ഒരു വീണു. അങ്ങനെ ലേഖയ്ക്ക് 7, ദാസിക്ക് 2, ശില്പയ്ക്ക് 2, റാഹേലിന്
2 അങ്ങനെ 2 2 4 2 6 7 സ്തോത്രം. ഇഷ്ടം പോലെ സമ്പത്തും ഇഷ്ടം പോലെ. ഒരു ഉള്ളി മറന്നു, അതും ഞാൻ വിളിക്കുന്നില്ല. തോലൊരിച്ച് മാറ്റിയിട്ടതൊക്കെ അതൊക്കെ ആത്മീയ സ്തോത്രം. സമ്പത്ത് ഇഷ്ടം പോലെ, തലമുറ ഇഷ്ടം പോലെ. ഒരു സുപ്രഭാതത്തിൽ യാക്കോബ് എഴുന്നേറ്റ് വന്നപ്പോ അളിയന്മാർ രണ്ടും കൂടെ സംസാരിക്കുന്നു. അളിയനും മൂത്തളിയനും ഇളയളിയനും കൂടെ ഈ അളിയന്റെ കാര്യമാണ് പറയാൻ. അളിയൻ പറഞ്ഞു, ലാവാന്റെ പുത്രന്മാര് പറഞ്ഞു. അമ്മായി ലാവാൻ കേൾക്കുന്നില്ല. അളിയൻ കൊച്ചേട്ടാ, നമ്മുടെ അളിയൻ ജേക്കബ് ഇപ്പം വലിയ ആളായി, ബിസിനസ്സും ലോകബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാ, സ്വിസ് ബാങ്കിലൊക്കെ എന്ന് കേൾക്കുന്നു. അവിടെ മറ്റേ അളിയൻ പറഞ്ഞു, പരക്കെ ഒരു സംസാരം നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് കൊച്ചേട്ടൻ അറിയാമോ? കൊച്ചേട്ടൻ പറഞ്ഞു, എനിക്കറിയാം. അയ്യോ, നമ്മുടെ അച്ചായനെ കളിപ്പിച്ചു. അപ്പനെ കളിപ്പിച്ചാണ്. ഇവര് അടിക്കാന്ന് പറയുന്നത് ജേക്കബ് കേട്ടു. നമ്മളെ പറ്റി ആരെങ്കിലും എന്തിനും പറഞ്ഞത് കേട്ടാ നമ്മൾ വിടുവോ? ഇവര് സമാധാനം പറയാതെ ഞാൻ കടമ്പനാടിന് വിടുകയെന്ന് കാണിക്കാൻ പറയാണ്. ഈ സഭയുടെ വെളിയിൽ ഞാൻ നിന്നെ ഇറക്കില്ല. ഇവിടെ ആരാധന നടന്നാലും കൊള്ളാം, നടത്തിയില്ലേ കൊള്ളാം. ഇതിന് അടിയന്തര കമ്മിറ്റി കൂടി ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഈ സഭയിൽ ഒരു ആരാധന ഇനി നിങ്ങളെന്നെ മിണ്ടാതെ നിങ്ങളുടെ കാര്യമല്ലെന്ന് പറഞ്ഞു. ഞാൻ ജേക്കബിന്റെ കാര്യമല്ലേ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഡൗട്ട് അടിക്കും. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടാകാതെ നിങ്ങൾ എന്നെ വിടണം. യാക്കോബിനെ പറ്റി അപവാദം പറയുന്നത് യാക്കോബ് കേട്ടു. യാക്കോബ് കേട്ടിട്ട് യാക്കോബ് അളിയന്മാരോടൊന്നും വേണ്ടിയില്ല. യാക്കോബ് ഉടനെ അമ്മായിയപ്പന്റെ മുഖത്തോട്ട് നോക്കി. വായിച്ച് 31-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്ത് കളഞ്ഞു എന്നും അത് ഞങ്ങളുടെ അപ്പന്റെ വകകൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. അപ്പൊ യാക്കോബ് അവരോടൊന്നും വേണ്ടി അടുത്ത വാക്യം യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറ് അത് തന്റെ നേരെ മുമ്പായി ഇരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അമ്മാച്ചന്റെ അമ്മായിയപ്പന്റെ മുഖത്തോട് നോക്കിയവൻ നേരത്തെ ഇരുന്നത് പോലെ 20 വർഷം മുമ്പ് കിണറ്റിൻകരയെ വെച്ച് കണ്ട മുഖവും ഒത്തിരി വ്യത്യാസം. അപ്പൊ യാക്കോബിന് വിളി കിട്ടിയ ഈ അമ്മായിയപ്പന്റെ മുഖമാവോ യവന്മാരുടെ സംസാരവും. അപ്പം ഇവന്മാർക്ക് എന്നോട് യാതൊരു താല്പര്യവും ഇല്ല. പിന്നെ ചുമ്മാ കാണുമ്പോ എന്തുകൊണ്ട് വെറുതെ യാക്കോബിന് വിളി കിട്ടി. ചുമ്മാ ഇങ്ങനെ ചുമ്മാ പാമ്പ് കിട്ടിയ പോലെ ജീസസ് ഇവിടെ ഉള്ള അത്ര വിക്ടറി എന്തോ വിക്ടറി യാക്കോബിന് പറഞ്ഞാൽ അമ്മായിയപ്പന്റെ മുഖഭാവവും അളിയന്മാരുടെ ഡയലോഗും കൂടെ കേട്ടപ്പോഴേ പിടികിട്ടി. ഇത് പൊരുത്തമല്ല. യാക്കോബ് ഒന്നും ബുദ്ധിമാനാ, ഒന്നും വേണ്ടിയില്ല. ഈ വിശേഷിച്ച് ദത്ത് നിൽക്കാതെ ഒന്നും മിണ്ടാതിരിക്കുന്നതാ. പിന്നെ അക്ഷരം മിണ്ടാതെ കിട്ടുന്ന വണ്ടിക്ക് കാക്കൂടിക്കാൻ പോലും നിൽക്കരുത്. ഒരു ജോലിക്കുട്ടി അപ്പം ചുമ്പോണ്ടിരിക്കാം, കുഴപ്പമില്ല, പിന്നെ എനിക്ക് വന്ന് കഴിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്റെ വണ്ടിക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര ബുദ്ധിമാനാ പുള്ളി. ന്യൂട്രൽ വയലിലോട്ട് പോയിട്ട് എന്റെ ചിന്തയാ ഭാര്യമാരെ വിളിച്ചു പെട്ടെന്ന് അങ്ങോട്ടൊന്ന് വന്നേക്കാൻ. ഭാര്യമാര് വന്നവൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, പോവാ, വരുന്നു എന്ന് ചോദിച്ചു പെണ്ണുങ്ങളോട്. അതുങ്ങളെ പറഞ്ഞ് കൊച്ചുങ്ങളെല്ലാക്കി അങ്ങോട്ട് പോയാൽ ഞങ്ങളും വരിക എന്ന് പറഞ്ഞു. തന്നെ അന്ന് ഇങ്ങോട്ട് മൊത്തം തന്നെ കായം വീയം ഞങ്ങളും വരിക എന്ന് പറഞ്ഞു. മൂത്തവൻ അന്ന് പരുവക്കേട് പിടിച്ചവനാ. ആരാ? രൂപൻ. നിങ്ങളില്ലാതെ ഞാനങ്ങനെ അവനെ വളർത്തുന്നത്. ഇടയൊരുത്തനുണ്ട്, അവൻ ജനിച്ചിട്ടുണ്ടെങ്കിലും ആശയം കളിച്ചു കയറുന്ന സ്തോത്രം. ഓരോ ടൈപ്പാണ്. അങ്ങനെ യാക്കോബും തന്റെ ഭാര്യമാരും സമ്പത്തും എല്ലാം കൂടെ വീട് വിട്ടിട്ട് പോകുന്നു.
അകത്തെ ഒരു ചിന്ത. 13 കൊല്ലം മുമ്പ് വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാ. അവിടെ നിക്കക്കള്ളിയില്ലാതെ ചേട്ടൻ കൊല്ലാൻ നിൽക്കാൻ കൊടുവാളായിട്ട് ചേട്ടനെ പേടിച്ച് വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഓടി ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെ നിൽക്കാൻ വയ്യ. 2 ഞരമ്പുകളാണ്. ഇതൊന്നും ഭാര്യമാരോട് പറഞ്ഞില്ല. വീട്ടിലെ വിഷയങ്ങൾ, വീട്ടിലെ ഈ എല്ലാ കാര്യമൊന്നും ഭാര്യമാരോട് പറയരുത്. നിങ്ങളുടെ കൊച്ചിലെ ചേട്ടാനിയന്മാർ തമ്മിലുള്ള എല്ലാ കാര്യമൊന്നും പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷമിക്കും. പെണ്ണുങ്ങൾ ക്ഷമിക്കുകയല്ല. ഇവര് സമയം വരുമ്പോൾ അതെടുത്തിടും. പിന്നെ എന്നാ ഇടാനോ അനുഭവിച്ചോ പറഞ്ഞാൽ ശരിക്കല്ലേ? ഞാൻ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ കേട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് രമ്യപ്പെടും. അഭിപ്രായ വ്യത്യാസമൊക്കെ മാറുന്നു. പെണ്ണുങ്ങൾ പറയും നിങ്ങൾ കൂടുതൽ അവനോട് ഇപ്പൊ അടുക്കൊന്നും വേണ്ട, അവൻ പണ്ട് പറഞ്ഞത് ഇപ്പോഴും എന്റെ മനസ്സിൽ ഉണ്ട്. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? അതാ ഞാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരിക, വെട്ടിനാദ്യം എന്ന് വീടരുതെന്ന്. യാക്കോബ് ആരോടും പറഞ്ഞില്ല. തന്നെത്താൻ കടിച്ചമർത്തി യാബോകടലിന്റെ തീരത്ത് വന്ന് അക്കരെ ചെന്നാൽ ചേട്ടൻ കൊണ്ട് ഇക്കരെ നിൽക്കാനും വയ്യ. തനിക്കുള്ളതല്ല അക്കരെ കിടത്തി താൻ ഒറ്റയ്ക്കായി അന്ന് രാത്രി യാബോകടലിന്റെ അടുത്ത് ദൈവമായിട്ടുണ്ട് മല്ല് പിടിക്കുക. ദൂതൻ അന്ന് രാത്രിയാണ്. ദൂതനമായിട്ട് മല്ല് പിടിച്ചു, ഉച്ചസാധുവോളം മല്ല് പിടിച്ചു. വിവരിക്കുന്നില്ല. തനിക്കുള്ളതിന്റെ അക്കരെ കിടത്തി മല്ല് പിടിക്കുക. നേരം പണിക്കാരായിട്ടും യാക്കോബ് പിടിവിടുന്നില്ല. അപ്പൊ ദൂതൻ പറഞ്ഞു, ജേക്കബേ പിടിവിടക, ഉഷസുദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. എന്റെ ചിന്ത യാക്കോബ് പറഞ്ഞാണ്. ദൂതനോട് പറയുക, നേരം വെളുത്താലും ഉഷസുദിച്ചാലും വെളിച്ചം വേണ്ടി വീശിയാലും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ പിടിവിടുകയല്ല. പാടുന്നൊരു പാട്ടുണ്ട്, എന്നെ അനുഗ്രഹിക്ക ദയവായി എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിക്ക ദയവായി എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിക്കല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിക്കല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല. നേരം എടുത്താലും ഉഷസുദിച്ചാലും എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. വിടുതലെന്ന് കണ്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടമൊന്ന് തൊട്ടു. യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. ചോദിച്ചതിന്റെ പേരെന്നാ? പേര് ജേക്കബ്. പണ്ട് അപ്പൻ ചോദിച്ചോ പറഞ്ഞത് ഏശാവ്. ഇപ്പൊ തുടണ്ടടുത്ത് തൊട്ടപ്പോ കൃത്യം കാര്യം പറഞ്ഞു. തമ്പുരാനറിയാം തുടണ്ടടുത്ത് തൊടാൻ. തൊടേണ്ട സമയത്ത് തൊടേണ്ട സ്ഥലത്ത് ദൈവം തൊടും. അന്നേരം നീ പറയും ഞാൻ മനസ്സാ, അന്നേരം പറയും എനിക്ക് രക്ഷിക്കപ്പെടണം. തൊടണ്ടടുത്ത് തൊടണം. അല്ലാതെ നമ്മൾ എത്ര വട്ടം പറഞ്ഞു ചാക്കോച്ചാ രക്ഷിക്കപ്പെടണം, സ്വർഗത്തിൽ പോകണം, യേശു രക്ഷകൻ. ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങളുടെ അവിടെ തുടങ്ങരുത് തുടങ്ങുമ്പോൾ പറയും കൊച്ചമാച്ച എനിക്ക് രക്ഷിക്കപ്പെടണം. എങ്ങനെ കൊച്ചമാച്ചൻ ഒറ്റമാച്ചൻ അല്ലെ എന്തുവാ പേരപ്പെടപ്പെട്ടു ഐസൻ. നിങ്ങളെവിടെ തുടങ്ങരുത് തുടങ്ങുന്നില്ലോ? തുടങ്ങരുത് തൊട്ട പറഞ്ഞ പേര് ജേക്കബ്. അപ്പൊ വണ്ടി ചോദിച്ച പറഞ്ഞത് ഏശാ. അന്ന് വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്റെ പേര് ജേക്കബാണ്. അവ ദൂരം പറഞ്ഞു, നീ സത്യം പറഞ്ഞല്ലോ, ഇപ്പോഴേലും സത്യം സംസാരിച്ചല്ലോ. ഇത് നിന്റെ പേര് ജേക്കബെന്നല്ല, ഇസ്രായേൽ. ഉപയോഗി കളിപ്പീരുകാരൻ അതൊക്കെ മാറ്റി ഇന്ന് രാത്രി മാറ്റുക. നിന്റെ അപാകതയെല്ലാം മാറ്റുക. നിന്റെ ബലഹീനത ഇന്ന് രാത്രി നീക്കുക. നിന്റെ പോരായ്മ ഇന്ന് രാത്രി പരിഹരിക്കുക. ഇന്ന് രാത്രി നീ സമർപ്പിക്കുക. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ സകല പോരായ്മകളും മാറ്റാൻ പോവുക. ഇന്ന് രാത്രി സമർപ്പിക്കുക. നിന്റെ അപാകതകൾ നിന്റെ പരിഹരിക്കാൻ പോവുക. ഇത് പേര് ജേക്കബെന്നല്ല, ഇസ്രായേൽ. സ്തോത്രം. അനുഗ്രഹത്തിന്റെ പേര്. വാക്യം എടുത്ത് വായിക്കുന്നത് 33-ാം അധ്യായം 4 മുതൽ പഠിക്കുമ്പോൾ പിറ്റേന്ന് യാക്കോബ് അക്കരെ ചെന്നപ്പോൾ ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലുകൾ നിന്ന് കഴുത്ത് വീണ് അവനെ ചുംബിച്ച് 2 പേര് മതി. ഈ ദൂതൻ
യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടെന്ന് ഈ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ എന്ന് പറയുന്നത് സർവജ്ഞനായ ദൈവമാണ്. ദൈവം സർവജ്ഞനായ ദൈവമാണ്. ഈ ദൂതൻ എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അന്ന് രാത്രി ദൈവം യാക്കോബിനെ തൊട്ടപ്പോൾ ഒന്ന് പേര് മാറി, പ്രകൃതി മാറി. വിരോധമായി നിന്നവൻ അനുകൂലപ്പെട്ടു. യാക്കോബിനെ തൊട്ടകരം കുടുങ്ങിപ്പോയിട്ടില്ല. രക്ഷിക്കാൻ കഴിയാതെ യഹോവയെ കുടുങ്ങിയിട്ടില്ല. ദൈവം നിന്നെ തൊട്ട നിന്റെ പേര് മാറും, പ്രകൃതി മാറും. വിരോധമായി നിൽക്കുന്നവർ ഇന്ന് രാത്രി അനുകൂലപ്പെട്ടു. ദൈവത്തിന്റെ കരമൊക്കെ രാത്രി സ്പർശിക്കട്ടെ. നിങ്ങൾക്ക് വിരോധമായി, കുടുംബത്തിന് നന്മയ്ക്ക്, തലമുറയ്ക്ക് വിരോധമായി വേദനിപ്പിക്കുന്ന മരണമാകട്ടെ, രോഗമാകട്ടെ, ഇന്ന് രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓടി നിർത്താൻ ഒന്ന് യാക്കോബിനെ തൊട്ടകരം കുടുങ്ങിയിട്ടില്ല. എനിക്ക് ഈ വിഷയം എന്റെ ശൈലി അനുസരിച്ച് പ്രസംഗിക്കണമെങ്കിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് വരെ ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ എല്ലാ ഭാഗത്തോട്ടും പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഭാരപ്പെടുകയും വേണ്ടി ഇപ്പൊ നിർത്താം. സ്തോത്രം. ഞാനൊരു 10-12 പോയിന്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ 12 പറഞ്ഞു വെച്ചാൽ മിക്കവാറും പോകാൻ ഇല്ല. പെട്ടെന്ന് ദൈവത്തിന്റെ മഹത്വം. യാക്കോബിനെ തൊട്ടകരം കുടുങ്ങിയിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം ഇനി വായിപ്പിക്കുന്നില്ല. യെഹെസ്കേൽ 8-ാം അധ്യായത്തിൽ യെഹെസ്കേൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ കൈ പോലെ വന്ന് നീട്ടി തൊട്ടു. 8-1 കണ്ട് വായിച്ചേ. 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ